സർക്കാർ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആശമാരുടെ സമരപന്തലിലെത്തിയ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഡൽഹി യാത്രയുടെ ചെലവ് ആശമാരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും വീണ ജോർജ് സത്യസന്ധത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, വി മുരളീധരൻ എന്തെല്ലാം വിമർശനങ്ങളാണ് ഉയർത്തിയത്? വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി പറയുന്നത് ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയത് ആശമാർക്ക് വേണ്ടി എന്ന കള്ളപ്രചരണം നിർത്തണമെന്നാണ്. ഇനിയും ആശമാരെ പറ്റിക്കരുത്, അവരെ നാടകത്തിലെ ആൾക്കാരാക്കി അവരെ പറ്റിക്കാൻ നിൽക്കരുത്. ഇനിയെങ്കിലും പൊതുപ്രവർത്തനത്തിൽ പാലിക്കേണ്ട മിനിമം ഒരു സത്യസന്ധത വീണ ജോർജ് പാലിക്കണം എന്നാണ് മുൻ കേന്ദ്രമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിന് 4 ദിവസം മുൻപാണ് വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കാണാനായി ഡൽഹിയിലേക്ക് എത്തുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു പൊള്ള നാടകം ഇവിടെ വീണ കളിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ചിലവെല്ലാം ആശാവർക്കർമാരുടെ തലയിൽ, ആശാവർക്കർമാർക്ക് വേണ്ടിയാണെന്നൊരു കള്ളപ്രചരണത്തോടു കൂടി എന്തിനാണ് ഇങ്ങനെ വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് മന്ത്രി വീണ്ടുമുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നതെന്നും അതുപോലെ തന്നെ കേന്ദ്രത്തെ പഴിചാരുന്ന സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു പ്രവണത നിർത്തണമെന്നുമാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇങ്ങനെ എല്ലാ പഴിയും കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കൊണ്ടിടുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി നമ്മോട് വ്യക്തമാക്കി. അതുപോലെ തന്നെ സ്ത്രീ സമൂഹത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെ എന്തിനാണ് വീണ കേന്ദ്രമന്ത്രിയെ കാണാനായി ഡൽഹിയിലേക്ക് ചെന്നതെന്നും അതുപോലെ തന്നെ ഗവൺമെന്റ് നടത്തുന്ന ഈ ഒരു കള്ളപ്രചാരണം അവസാനിപ്പിക്കണം, ജനങ്ങളെ ഇനിയും തെറ്റിദ്ധരിപ്പിക്കരുതെന്നും ഈ കള്ളപ്രചാരണം കാരണം ജനങ്ങൾ ഒരു നാടകത്തിലെ കോമാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇങ്ങനെ രാഷ്ട്രീയ നാടകങ്ങൾ സർക്കാർ കളിക്കുന്നത് അവസാനിപ്പിക്കണമെന്നുമാണ് ഇപ്പോൾ നമ്മോട് മുൻ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്.